നമ്മൾ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെയധികം കാര്യങ്ങൾ നമ്മളിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും അബ്സോർവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു സ്പോഞ്ച് പോലെയാണ്. സ്പോഞ്ചിന് നല്ല വെള്ളം, അഴുക്ക് വെള്ളം എന്നൊന്നുമില്ല. അവരുടെ ചുറ്റുപാടുകളിൽ നിന്നും അവരുടെ അടുത്തേക്ക് വരുന്ന എന്തും അവർ അബ്സോർവ് ചെയ്യും. അതുപോലാണ് നമ്മുടെ കുഞ്ഞുങ്ങളും. ദേ ആർ വെരി സെൻസിറ്റീവ് ടു അൺസ്പോക്കൺ എനർജി. നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതും വലിയൊരു കാര്യമാണ്. ഇപ്പോൾ പേരൻ്റ് പറയുകയാണ്, നീ അശ്രദ്ധനാണ്, അല്ല കെയർലെസ് ആണ്. ആ കുഞ്ഞ് ഇത് കേട്ട് വളരുന്ന ഒരു കുഞ്ഞ് അവൻ്റെ മനസ്സിൽ ഉറപ്പിക്കുന്നത് അവന് കഴിവില്ല, അല്ലെങ്കിൽ ഐ ആം നോട്ട് കേപ്പബിൾ എന്നാണ്. നമ്മൾ പറയുന്നതിനും അപ്പുറം പല കാര്യങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിയമങ്ങളായി മാറുന്നു, വിശ്വാസങ്ങളായി മാറുന്നു. പല പേരൻസും കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നീ ശ്രദ്ധിക്കുന്നില്ല, ഒട്ടും ശ്രദ്ധയില്ല. ഇതെന്താവുന്നു? ഇത് കേട്ട് വരുന്ന ഒരു കുഞ്ഞ് പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നത് തന്നെ നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു, ഇതൊക്കെ കുഞ്ഞുങ്ങളെ രൂപീകരിക്കുന്നതിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ എമോഷനെയൊക്കെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. കുടുംബാന്തരീക്ഷത്തിലുള്ള ഭയം, സമ്മർദ്ദം, ഉത്കണ്ഠ, അതായത് പേടിയോ സ്ട്രെസ്സോ ആങ്സൈറ്റിയോ ഒക്കെ നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളുടെ സ്ഥായിയായ ഭാവം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവോ? എപ്പോഴും കുറ്റബോധമോ അതല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയിലോ ആയിരിക്കും ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ. അതായത് ഇൻസെക്യൂരിറ്റിയും ഗിൽറ്റും ആയിരിക്കും അവരുടെ ഒരു മെയിൻ ഭാവം. അതുപോലെ തന്നെ ചില മാതാപിതാക്കന്മാർ എപ്പോഴും സാക്രിഫൈ ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സാക്രിഫൈ ചെയ്യുന്ന പേരൻസിൻ്റെ മക്കൾ അവരെന്താണ് ഇതിൽ നിന്നും പഠിക്കുന്നതെന്നറിയാവോ? അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളെ അടിച്ചമർത്തുക, സപ്രസ് ദെയർ ബേസിക് നീഡ്സ്. ചില പേരൻസ് പെർഫെക്ഷനിസം, ഈ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കുന്ന പേരൻറ്റിൻ്റെ കുഞ്ഞുങ്ങൾ അവർ പഠിക്കുന്നത് എപ്പോഴും അവർക്ക് തെറ്റുകളെ ഭയക്കുന്ന കുഞ്ഞുങ്ങളായിട്ടാണ് അവർ വളർന്നു വരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിക്കൊണ്ടേയിരിക്കും. ആം ഐ സേഫ്? ആം ഐ ഇനഫ്? ആം ഐ ലൗഡ്? നമ്മളുടെ പ്രവൃത്തികളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ ഇതിനുള്ള ഉത്തരമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷാകർതൃത്വം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കുക, അല്ലെ പരിപൂർണമായിരിക്കുക എന്നല്ല. പ്രസൻ്റ് ആയിരിക്കുക, അവെയർ ആയിരിക്കുക, ഇവോൾവ് ആയിരിക്കുക. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്നത് അത് അവരുടെ ആന്തരിക ശബ്ദമായിട്ട് മാറുന്നു. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഹഗ്ഗും ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയുന്ന അഭിനന്ദനങ്ങളും ഒക്കെ അവരുടെ അടിസ്ഥാനം രൂപീകരിക്കാൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ സ്നേഹത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ അവരുടെ മെൻ്റൽ ഹെൽത്ത് വളരെ സ്ട്രോങ് ആയിരിക്കും. അവർ എമോഷണലി റെസിലിയൻസ് ആയിരിക്കും. അവർക്ക് ഡീപ്പ് സെൻസ് ഓഫ് വർത്ത്നെസ് ഉണ്ടാവും. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ശക്തമായ ബന്ധം അവരുടെ ശക്തമായ മാനസികാരോഗ്യവും വൈകാരികമായ പ്രതിരോധശേഷിയും ആഴത്തിലുള്ള യോഗ്യതാബോധവും ഒക്കെ ഉയർത്തുന്നതിന് സഹായിക്കും. സോ പേരൻറ്റിങ് ഈസ് ആൻ ആർട്ട്. നമ്മളതിൻ്റെ ഭാഗമായി മാറുക, നമ്മുടെ സാന്നിധ്യം, നമ്മുടെ കെയർഫുള്ളായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ്, ഇതൊക്കെ വളരെ മനോഹരമാക്കി മാറ്റും നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തെ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.